ഒരുപാട് ഫ്ലോപ്പുകളും വിമർശനങ്ങളും നിറഞ്ഞതായിരുന്നു ഈ വർഷം കോളിവുഡ് സിനിമാ ലോകം. കങ്കുവ, വേട്ടയൻ, ഇന്ത്യൻ 2, തങ്കലാൻ തുടങ്ങി നിരവധി ബിഗ് ബജറ്റ് സിനിമകൾ എത്തിയെങ്കിലും ഫ്ലോപ്പായി മാറുകയായിരുന്നു. എന്നാൽ അതിലും കുറഞ്ഞ ബജറ്റിൽ എത്തിയ ഒരു കൂട്ടം സിനിമകൾ പ്രേക്ഷകരെ ഞെട്ടിച്ചിട്ടുമുണ്ട്. 2024 അവസാനത്തോടടുക്കുമ്പോൾ ഈ വർഷത്തെ ഏറ്റവും ജനപ്രിയമായ തമിഴ് സിനിമകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഈ ലിസ്റ്റിൽ ആദ്യത്തേത് അമരനാണ്. 2014 കശ്മീരിൽ തീവ്രവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മേജർ മുകുന്ദ് വരദരാജന്റെ ജീവിതത്തെ ആസ്പദമാക്കി സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്ത സിനിമയാണ് അമരൻ. മേജർ മുകുന്ദായി ശിവകാർത്തികേയനും ഭാര്യ ഇന്ദു റെബേക്കയായി സായ് പല്ലവിയുമാണ് എത്തിയത്. ചിത്രം 320 കോടി കളക്ഷൻ നേടിയിരുന്നു. അടുത്തത് ക്യാപ്റ്റൻ മില്ലർ ആണ്. ധനുഷിനെ നായകനാക്കി അരുൺ മതേശ്വരൻ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് ക്യാപ്റ്റൻ മില്ലർ. ബ്രിട്ടീഷ് പട്ടാളത്തിൽ ചേരുകയും പിന്നീട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന വിപ്ലവ നായകനായാണ് ക്യാപ്റ്റൻ മില്ലറിൽ ധനുഷ് എത്തിയത്. അരുൺ മാതേശ്വരനാണ് സംവിധാനം. പീരിയഡ് ഡ്രാമ ജോണറിൽ പുറത്തിറങ്ങിയ ചിത്രം മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസകൾ ഏറ്റുവാങ്ങിയിരുന്നു. ലവർ. പ്രഭുറാം രജനിയും സംവിധാനം ചെയ്ത ചിത്രത്തിൽ മണികണ്ഠനും ഗൗരിപ്രിയയുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയത്. റൊമാന്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമായിരുന്നു ഇത്. ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങളില്ലെന്ന ആരോപണമേറ്റ തമിഴ് സിനിമയിൽ നിന്ന് ചില ശ്രദ്ധേയ ചിത്രങ്ങൾ ഈ വർഷം എത്തിയിരുന്നു. അതിലൊന്നാണ് ലവർ എന്ന ഈ ചിത്രം. ഗരുഡൻ. ഒരു സോഷ്യൽ മെസ്സേജ് ഉള്ള ഒരു ആക്ഷൻ ത്രില്ലറാണ് ഗരുഡൻ. ദുരൈ സെന്തിൽകുമാർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ സൂരി, ശശികുമാർ, ഉണ്ണിമുകുന്ദൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. മഹാരാജ. നിതിലൻ സാമിനാഥൻ സംവിധാനം ചെയ്ത് വിജയ് സേതുപതി നായകനായി എത്തിയ ചിത്രമായിരുന്നു മഹാരാജ. തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യത്തിന്റെ കാരണക്കാരെ തേടി മഹാരാജ ഇറങ്ങുന്നതും പിന്നീട് ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രമേയം. അനുരാഗ് കശ്യപിന്റെ വില്ലൻ വേഷം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. കൊട്ടുകാളി. കൂഴങ്കൽ എന്ന പ്രശസ്ത ചിത്രത്തിന് ശേഷം PS വിനോദ് രാജ് സംവിധാനം ചെയ്ത ചിത്രമാണ് കൊട്ടുകാളി. പുരുഷാധിപത്യം, അന്ധവിശ്വാസം, സ്ത്രീവിരുദ്ധത എന്നീ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടുന്ന ഒരു ചിത്രമായിരുന്നു ഇത്. സൂര്യയും അന്ന ബെന്നുമാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയത്. വാഴை. മാമന്നൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം മാരി സെൽവരാജ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു വാഴை. ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് മാരി സെൽവരാജ് വാഴை ഒരുക്കിയത്. പണത്തിന് വേണ്ടി ചൂഷണം ചെയ്യപ്പെടുന്ന വാഴത്തോട്ടത്തിലെ തൊഴിലാളികളുടെ ജീവിതമാണ് ഈ ഒരു ചിത്രം കാണിക്കുന്നത്. മെയ്യഴകൻ. കാർത്തി, അരവിന്ദ് സ്വാമി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രേംകുമാർ സംവിധാനം ചെയ്ത ഫീൽ ഗുഡ് ഡ്രാമ ചിത്രമായിരുന്നു മെയ്യഴകൻ. രണ്ടുപേരുടെ കഥ പറയുന്ന ചിത്രം ഉപാധികളില്ലാത്ത പ്രണയത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമായില്ല. ലബർ പന്ത്. 2024 റിലീസ് ചെയ്ത തമിഴ് സിനിമകളിൽ മികച്ച അഭിപ്രായം നേടിയ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ലബർ പന്ത്. ജാതി അനീതിയെയും വിവേചനത്തെയും കുറിച്ച് സംസാരിക്കുന്ന ഒരു സ്പോർട്സ് കോമഡി ഡ്രാമയായിരുന്നു ചിത്രം. തമിഴരശൻ പച്ചമുത്തുവാണ് ചിത്രം സംവിധാനം ചെയ്തത്. രഘുത്താത്ത. സുമൻ കുമാർ സംവിധാനം ചെയ്ത കീർത്തി സുരേഷ് നായികയായി എത്തിയ ആക്ഷേപഹാസ്യ സിനിമയാണ് രഘുത്താത്ത. പുരുഷാധിപത്യത്തെക്കുറിച്ചും മറ്റും സംസാരിക്കുന്ന ഒരു ചിത്രമായിരുന്നു ഇത്. കോളിവുഡിലെ ഈ വർഷത്തെ ജനപ്രിയ സിനിമകൾ ഇതൊക്കെയാണെങ്കിലും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത് വിജയ് ചിത്രം ഗോട്ടാണ്. ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും 456 കോടി രൂപ നേടി. എന്നാൽ സിനിമ വ്യാപകമായി വിമർശിക്കപ്പെട്ടിരുന്നു.